ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ സൈബർ തട്ടിപ്പുകൾ നടക്കുന്ന ചില മേഖലകൾ കേന്ദ്രീകരിച്ചാണ്. പണ്ട് സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട്, ബീഹാർ ജാംതാര. ജാംതാര എന്ന് പറയുന്നതാണെന്ന് ഏറ്റവും കൂടുതൽ ഈ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്സും തട്ടിപ്പുകളും ഏറ്റവും അവസാനം ചെന്ന് എൻഡ് ചെയ്യുന്നത്. അപ്പൊ ആ ജാംതാര ഒരു ഇവരുടെ ഒരു കാര്യമാണ്. പൂനെ നാസിക് ഉണ്ട്, മുംബൈയിൽ ആണെങ്കിൽ മീരാ റോഡ് എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഉണ്ട്, ഡൽഹി ഉത്തം നഗർ ഉണ്ട്, രാജസ്ഥാൻ ആൾവാർ, ഭരത്പൂർ തുടങ്ങി ഇങ്ങനെ കുറെ, ഹരിയാനയിലുണ്ട്, ബേവാറുണ്ട്. ഇങ്ങനെ കുറെ മേഖലകളിലൊക്കെ ഇവർ പലപ്പോഴും ഒരു 1-2 സ്റ്റേറ്റിന്റെ ബോർഡറുകളിലൊക്കെയാണ് ഇവർ കമ്പടിക്കും. പക്ഷെ സാർ ഇവര് സ്റ്റേറ്റ് കേന്ദ്രീകരിച്ച് തന്നെയാണ്, അതായത് കേരളത്തിൽ മലയാളികളെ കോൾ ചെയ്യാനായിട്ട് ഉണ്ട്. അവരെന്നു വെച്ചാൽ ഇപ്പം റിക്രൂട്ട്മെന്റ് ആണ്, ഇപ്പം ഓർഗനൈസ്ഡ് സ്ട്രക്ചറാണ്. പണ്ടെന്ന് പറഞ്ഞത് നമ്മൾ ഓർത്തറിയും ഈ തട്ടിപ്പുകൾ ഹിന്ദിയിൽ മാത്രമായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഏത് ലാംഗ്വേജിലാണോ നമ്മൾ സംസാരിക്കുന്നത് അവരെല്ലാ സ്ഥലത്തുനിന്നും ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മലയാളികളോട് സംസാരിക്കാൻ മലയാളികളുണ്ട്. അത് ഇവിടുന്ന് മാത്രമല്ല, നിങ്ങൾ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടുന്ന് റിക്രൂട്ട് ചെയ്ത് കംബോഡിയയെ കൊണ്ടുപോയി.